ഹലോ മൈ ഗേസ്, ഇന്ന് ഞങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തൊക്കെ മൈൻക്രാഫ്റ്റിൽ കുറേ സ്കിന്നുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ സ്കിന്നുകൾ കാണുന്നില്ല. നിങ്ങൾക്ക് ഈ സ്കിന്നൊക്കെ എവിടെ നിന്ന് കിട്ടുകയെന്ന് അറിയില്ലല്ലോ. ഇതിന് കുറേ ആപ്പുകളൊക്കെ ഉണ്ടല്ലോ, പക്ഷേ ആ ആപ്പിലൊന്നും നമുക്ക് അൺലിമിറ്റഡ് സ്കിന്നില്ല, കിട്ടൂല. പക്ഷേ ഈ ഒരു ഐഡിയ ചെയ്താൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കുറേ സ്കിൻ കിട്ടും കേട്ടോ. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണിച്ചടക്കാം എങ്ങനെ ഈ സ്കിൻ കിട്ടാൻ. ഞാൻ ഇപ്പോൾ ഈ ടെക്നോ ബ്ലേഡിൻ്റെ സ്കിന്നൊക്കെ ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് എടുത്ത്. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയിട്ട് സ്കിൻഡെക്സ് മൈൻക്രാഫ്റ്റ് സ്കിന്ന് ചെയ്യണം, സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ താഴത്ത് കുറേ വെബ്സൈറ്റ് ഇതൊക്കെ വരും. അതിലൊന്നും നമ്മൾ കയറരുത്. നമ്മൾ ഫസ്റ്റ് എണ്ണല്ല ഈ ഒരു സ്കിൻഡെക്സ് മൈൻക്രാഫ്റ്റ് സ്കിന്ന് ഈ ഒരു ഇതിലായിട്ട് കയറേണ്ടത് ഫസ്റ്റ് തന്നെ ഉള്ളത്. അതിൽ കയറുമ്പോൾ നമ്മളിതാ ഇങ്ങനെയൊക്കെ വരും കേട്ടോ, ടോപ്പ് സ്കിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല, കാരണം ഇതൊക്കെ എല്ലാവരുടെ അടുത്തുള്ള സ്കിന്നാണ്. നമ്മൾ എടുക്കാനുള്ളത് മുകളിൽ ഈ ഒരു ഭാഗത്ത് സെർച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്ക് എങ്ങനത്തെ സ്കിന്നാണോ വേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ വേണ്ടത് ഇപ്പോൾ ഞാൻ റെഡ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ റെഡ് കളറിലുള്ള കുറേ സ്കിന്നുകൾ കിട്ടും. ഇതൊക്കെ റെഡ് കളറിലുള്ളതാണ്. അങ്ങനെ കുറേ കിട്ടും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ പോയിട്ട് സ്പൈഡർമാൻ സെർച്ച് ചെയ്താൽ സ്പൈഡർമാൻ്റെ സ്കിന്ന് വരും. ഇപ്പോൾ ടെക്നോ ബ്ലേഡ് എന്നാട്ടോ ഞാൻ സെർച്ച് ചെയ്തത്. ഇന്നിപ്പോൾ ടെക്നോ ബ്ലേഡിൻ്റെ സ്കിന്ന് വരും കേട്ടോ. ഫസ്റ്റിന് ടെക്നോ ബ്ലേഡിൻ്റെ ഒരു സ്കിന്നുണ്ട്, പക്ഷേ അത് രസമില്ല. താഴത്തേക്ക് പോകണമെങ്കിൽ ടെക്നോ ബ്ലേഡിൻ്റെ ഒറിജിനൽ സെറ്റ് സ്കിന്ന് കിട്ടും കേട്ടോ. അത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അതൊക്കെ നല്ല ഇങ്ങനെ നോക്കാട്ടോ, നിരീക്ഷിച്ച് കൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു സ്കിന്ന് നല്ല അടിപൊളിയായിട്ട്. ഇപ്പോൾ ഇന്നിതെങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് മൈൻക്രാഫ്റ്റിലേക്ക് എത്തിക്കുക എന്നല്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ നേരെ താഴത്തേക്ക് വന്നാൽ ഇവിടെ ഇപ്പോൾ അങ്ങനെയൊക്കെ കാണാം കേട്ടോ. ചേഞ്ച് സ്കിന്ന്, ഡൗൺലോഡ്, അങ്ങനെയൊക്കെ കുറേ കാണാം കേട്ടോ. ഇതിൽ നമ്മൾ ഡൗൺലോഡ് എടുക്കണതാണ് ഒന്നും കൂടി നല്ലത്. അപ്പോൾ വെറുതെ ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിൽ ഇങ്ങനെയൊക്കെ ഇട്ട് വരിക. നമ്മളിതിങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഇവിടെ ഡൗൺലോഡ് ലിങ്ക് എന്നുണ്ടാവും. അപ്പോൾ അത് അങ്ങോട്ട് ഇതാക്കുക. എന്നിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചുകൊണ്ടു, അങ്ങോട്ട് പിന്നെ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യണം. അങ്ങോട്ട് ഞാൻ വേറെ ഒന്നില്ല നേരത്തിൽ കാണിച്ചു തരാം. ഏതെടുക്കുക, ഞാൻ ഈ ഒരു സ്കിന്ന് നമ്മുടെ ലൂഫിയുടെ സ്കിന്നൊന്ന് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞ പോലെ അവിടെ ഈ ഒരു ഇത് ഇങ്ങനെ അമർത്തി പിടിക്കുക. അപ്പോൾ ഡൗൺലോഡ് ലിങ്ക് എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിൽ ഡൗൺലോഡ് ആവും, ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അത് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഇട്ടുണ്ടാവുക. ഇങ്ങനെ ഇട്ടോ അത് ഓപ്പൺ ആക്കുമ്പോൾ ഉണ്ടാവുക. എന്നിട്ട് നേരെ ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഗാലറിക്ക് ആ ഒരു സ്കിന്ന് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ മൈൻക്രാഫ്റ്റ് എടുക്കുക കേട്ടോ. മൈൻക്രാഫ്റ്റ് എടുത്തിട്ട് എന്താ കളി കാട്ടുന്നത്, ഒരു ലോഡാവട്ടെ. മൈൻക്രാഫ്റ്റ് എടുക്കുമ്പോൾ ഈ ഒരു ഡ്രസ്സിങ് റൂം എന്നുണ്ടാവും, അത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ എടുക്കുക. എന്നിട്ട് എഡിറ്റ് ക്യാരക്ടറിന് താഴെ ഉണ്ടാവും, ആ എഡിറ്റ് ക്യാരക്ടർ കൊടുക്കുക. എഡിറ്റ് ക്യാരക്ടർ കൊടുത്തതിന് ശേഷം അത് അങ്ങനെയൊക്കെ ഇട്ടുണ്ടാവുക. അതിൽ നമ്മൾ നേരെ ഇതിൻ്റെ താഴത്തേക്കുള്ളതിൽ ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ അതങ്ങനെ വരും കേട്ടോ, ഔണ്ട് സ്കിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യണം, ഈ ഭാഗത്തുള്ളത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴത്ത് ചൂസ് ന്യൂ സ്കിന്ന് എന്നുണ്ടാവും, അത് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ പിന്നെ ഇതങ്ങനെ ഇട്ട് വരിക. ആൽബംസ് എന്നൊക്കെ ഉണ്ടാവും കേട്ടോ. അതിൽ കൊടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് സ്കിന്ന് ഗാലറിക്ക് വന്നിട്ടുണ്ടാവും, ആ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതപ്പോൾ 2 ഓപ്ഷൻസ് വരിക. ഈ ഒരു റൈറ്റ് സൈഡിലുള്ളത് നല്ല മെലിഞ്ഞിട്ടായിരിക്കും, ലെഫ്റ്റ് സൈഡിലുള്ളത് ഇച്ചിരി തടിച്ചിട്ടും. ഇതിലിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം കേട്ടോ. ഈ റൈറ്റ് സൈഡിലുള്ളത് ഇച്ചിരി തടിച്ചിട്ടാണ്, അതുകൊണ്ട് ഇക്കാതെ ഇഷ്ടപ്പെട്ട് അപ്പോൾ നമ്മളിപ്പോൾ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആ സ്കിന്ന് വന്നു. ഇനി നമ്മൾ ബാക്ക് അടിച്ചാൽ മതി. ഇപ്പോൾ കണ്ടില്ലേ ആ സ്കിന്നുണ്ട്. ഇനി ഈ സ്കിന്ന് കൊണ്ട് നമുക്ക് കളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.